ഒരു പ്രമുഖ ഇൻഫ്ലുവൻസർ ഇടയ്ക്ക് സിനിമയിലൊക്കെ ഇപ്പോൾ അഭിനയിച്ചൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ആളാണ്. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവൻ്റെ കുടുംബത്തിലൊരു പ്രശ്നം നമ്മളെല്ലാം അറിഞ്ഞാണ്. ഭാര്യ പിണങ്ങിപ്പോയി. അപ്പോൾ അതെവിടെ നിന്നോ ഒരു CCTV ദൃശ്യം കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് തൂറി തിന്നുകയാണ് സോഷ്യൽ മീഡിയ. ഭയങ്കര കഷ്ടം. ആ വീഡിയോ, ആ സ്ക്രീൻഷോട്ട്, CCTV ഫുട്ടേജ് തന്നെ ഇട്ട് പൈസ ഉണ്ടാക്കണവന്മാരുണ്ട്. അപ്പോൾ അങ്ങനെ അത് ആരും ഇവരുമായിട്ടൊന്നൊരു ബന്ധമില്ലാത്തവനാണെങ്കിൽ പോട്ടെന്ന് വയ്ക്കുക. അടുത്ത സുഹൃത്താണ് എന്ന് വന്ന് പറഞ്ഞ് ഞാൻ കല്യാണത്തിൽ പങ്കെടുത്തതാണ്, അവൻ്റെ കല്യാണത്തിൽ പങ്കെടുത്തതാണ്, ഞാനിതെങ്ങനെ വീഡിയോ, എൻ്റെ ജോലി ഇതാണ്, ഞാനിത് വീഡിയോ ചെയ്തേ പറ്റൂ കളിയാ. ആദ്യം അതൊക്കെ വന്ന് പറഞ്ഞങ്ങ് തുടങ്ങിയാണ് ഒരു ഭയങ്കരമായ കൂട്ടുകാരെ. നിങ്ങൾക്കെല്ലാം അറിയാം സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞ് എല്ലാവരും അരിയണമെന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ കാണുന്ന ഇതെന്ത് തരം സൗഹൃദമാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഫസ്റ്റാണ് ന്യായം പറഞ്ഞ് തന്നെ തുടങ്ങിയാണ്. അയ്യോ, ഈ ടോപ്പിക് കുറച്ച് ടഫാണ്. അത് ടോപ്പിക്കാണ് ടഫല്ലാത്തത്. ചുമ്മാ അങ്ങ് ഫോൺ ഓണാക്കി വെച്ചിട്ട് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ അങ്ങ് സംസാരിക്കുക. ഭയങ്കര ടഫാണ്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ എന്താണെങ്കിലും സംസാരിക്കണം. ഇതൊക്കെ ആരുടെ ലൈഫിൽ എപ്പോൾ വേണേൽ സംഭവിക്കാവുന്ന വിഷയങ്ങളാണ്. ഇതിൽ NRDയുടെ സീന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അഖിലിന്റെ വൈഫ് ഒളിച്ചോടി പോയി. ഒരു സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞടാ, എങ്ങനെയാ ഇതൊക്കെ പറയാൻ? അഖിലിൻ്റെ വൈഫ് ഒളിച്ചോടി പോയെന്നൊക്കെ സുഹൃത്തെന്ന് പറയണം, ആത്മാർത്ഥ സുഹൃത്താണ്. അയ്യോ, എന്തൊരു കല്യാണത്തിൽ പങ്കെടുത്ത വായി നോക്കി. എടാ, അവിടെ ഒരു കുടുംബ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരെടാ, വാണമേ. ഇതിൽ പേരെ ഒരു ദ്രോഹം ഉണ്ടോ? ഒരു കൂട്ടുകാരെ വന്നിരുന്നിങ്ങനെ നാട്ടുകാരത്ത് വിളിച്ച് പറയാം. നീ ഒന്ന് ചിന്തിക്കണം കേട്ടാ, ചിന്തിക്കേണ്ട കേസാണ് മിസ്റ്റർ സീക്രട്ട്. ഞാൻ ഈ കല്യാണം അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയാണ്. 2020 ലാസ്റ്റ് 21 മുതലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ അഖിൽ NRD ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്ര ലൗഡ് ആൻഡ് വിസിബിൾ ഒന്നും അല്ല അത്. ബട്ട് റിയൽ ലൈഫിൽ അവൻ എന്തെങ്കിലും ഒന്നുള്ളപ്പോഴോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധത്തിൽ വിളിച്ച് സംസാരിക്കുന്ന 2 വ്യക്തികളാണ് ഞങ്ങൾ. എന്നിട്ടാണ് ഈ മൂഞ്ചി തരാൻ വന്നിരുന്ന് കാണിക്കുന്നത്. നിന്നെ കൂടുതൽ ചെറ്റത്തരാകണം അവൻ്റെ ഫോട്ടോയും കൂടെ നീ ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ് നിൻ്റെ ചുറ്റും. എന്തരടാ ഗതികെട്ട് തൂറി തിന്നാൻ വന്നിരിക്കണം എന്ന് പറഞ്ഞാൽ അവൻ തന്നെ പറയുന്നുണ്ട്. കല്യാണം ആയപ്പോഴും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോറി, തെറി വിളിക്കില്ല ചേട്ടാ. അതല്ലടാ നീ ഇപ്പോൾ തൊട്ടുമുമ്പ് പറഞ്ഞത്. എങ്ങനെയെങ്കിലും 1/4 മണിക്കൂർ ഒരു വീഡിയോ കൊണ്ടങ്ങ് പോകണം. കല്യാണത്തിന് പോയതെന്ന് നീ ഒരു തവണ പറഞ്ഞു. ഇതാണ് എൻ്റെ മുമ്പ് ഞാൻ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രശ്നം ഇതാണ്, ഒരു കാര്യമില്ലാതെ ഇങ്ങനെ വലിച്ച് നീട്ടിക്കൊണ്ടിരിക്കും. കേട്ട സമയത്ത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഇവരാരും അഖിൽ NRD എസ്പെഷ്യലി ബാക്കി കണ്ടന്റുകൾ ചെയ്യുന്നു എന്നല്ലാതെ അവരുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, അവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളതൊന്നും പുറത്തറിയിച്ച് വ്ളോഗോ കാര്യങ്ങളോ ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. നമുക്ക് അറിഞ്ഞൂടായിരുന്നു, ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യമാണ്. പുതുതായിട്ട് നിരീക്ഷിച്ച് വന്ന് പറയണം. ആൻഡ് അവരുടെ വീഡിയോസ്, 2 പേരുടെയും കോംബോ വീഡിയോസ് ഒരുപാട്, അതായത് അഖിലിന്റെ സ്ക്രിപ്റ്റിലേക്ക് വൈഫും കൂടി വന്നതിന് ശേഷം കുറച്ചധികം വീഡിയോസ് നമ്മൾ കുറേ കാലമായിട്ട് കാണുന്നുണ്ട്. അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ അന്ന് മുതൽ നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നുണ്ട്. സോ സീംസ് ടു ബി എ വെരി പെർഫെക്റ്റ് കപ്പിൾ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പും അഖിലിനെ വിളിച്ച് സംസാരിച്ചൊരു വ്യക്തിയാണ്. ഓക്കെ ആയിട്ടിരിക്കുക എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല ഈ വിഷയത്തിൽ. ഞാൻ വിറ്റ് തിന്നും നിന്റെ കണ്ടന്റ്, ഞാൻ വിറ്റ് തിന്നും. ഭയങ്കര കൂട്ടുകാരനാണ്. പിന്നെ അഖിലിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാ വെച്ചാൽ അഖിൽ ആരും ബ്ലെയിം ചെയ്യില്ല. ഓക്കെ, എസ്പെഷ്യലി ഈ കേസിലൊക്കെ അഖിലിന് പറയാനുള്ള എത്രയേ ഉള്ളൂ, പോയൊരു പോയി, കഴിഞ്ഞത് കഴിഞ്ഞു, ലീവ് ഇറ്റ്. പിന്നെ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സീൻ വന്നാലും ഇങ്ങനത്തെ ഒരു പ്രൊഫൈലാണല്ലേ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോബ്. പിന്നെ എന്നുള്ളതാണ് മര്യാദയ്ക്കുള്ള വീഡിയോകൾ റിയാക്ട് ചെയ്ത് ജീവിയിൽ ഇതൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഒരു കൂട്ടുകാരൻ വിളിച്ച് ഇതിന് എത്ര രൂപ കിട്ടും, നിനക്ക് ഈ വീഡിയോ നിനക്ക് എത്ര രൂപ കിട്ടുമായിരിക്കും, റീച്ച് വെച്ച് നല്ല പൈസ കിട്ടുമായിരിക്കും. അത് അവന് കടം കൊടുത്തുന്നത്, ഏതെങ്കിലും പാവപ്പെട്ടവർ കടം കൊടുത്തെന്നങ്ങ് വിചാരിക്കുന്നത്, അല്ല ദാനം കൊടുത്തെന്നങ്ങ് വിചാരിച്ചാൽ പോയിരുന്നത്. ഒരു സുഹൃത്തിൻ്റെ കുടുംബ പ്രശ്നം അത് വന്നിട്ട് ഫോഴ്സ് ഇതാവേണം. ആ പൈസ വേണ്ടെന്ന് വെച്ചാൽ പോലെയിരുന്നാണ്. നീ നല്ല നന്മ നിൻ്റെ ചുറ്റും ഇങ്ങനെ വലയൊക്കെ വന്നെ ഓറയൊക്കെ നന്മ വരും. അതാണ് ശരിക്കുള്ള കൂട്ടുകാർ. ഇവൻ്റെ ഈ വീഡിയോ മൊത്തം കാണുന്നില്ല, വന്ന് കാരണത്തിരുന്ന് 1/4 മണിക്കൂറാണ് ഒരു സംഭവം. ഓക്കെ കുറേ ഇംഗ്ലീഷ് വാക്കുകളും തള്ളി. ബിഗ് ബോസ് തൊട്ട് ഞാൻ കാണൽ നിർത്തിയിടും. എൻ്റെ ബിഗ് ബോസ് വന്നതിന് ശേഷം കാണൽ നിർത്തിയിടും. തോറ്റ് വെളി വന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യാത്തതാണ്, എനിക്കിഷ്ടമല്ല ഇതൊന്നും. അവൻ അന്ന് പറഞ്ഞു, ഇപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നോട്ട് പറയണം. തോറ്റ് വെളി വന്നിട്ട് അവൻ പറഞ്ഞൊരു വാക്കാണ് ഓർഗാനിക്. നിനക്ക് ഓർമ്മ ഉണ്ടാകുന്ന അറിഞ്ഞൂടാ, വിജയം ഓർഗാനിക് ആയിരിക്കണമെന്ന്. ഇങ്ങനെ ഇംഗ്ലീഷ് വാക്കുകൾ ഒരു ബന്ധമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കും. നീ അതിനെ ഓർഗാൻ നീ എടുത്ത് നോക്കിയാൽ പഴയ ഇൻ്റർവ്യൂസിൽ തരാൻ പറഞ്ഞു വിജയം ഓർഗാനിക് ആയിരിക്കണം. ഓർഗാനിക് ആവണമെങ്കിൽ നീ എന്തിനാണ് അതിനകത്ത് പെർഫോം ചെയ്യണമായിരുന്നു. കണ്ട വാഴ നട്ട് കൊലയ്ക്കാത്ത മുരടിച്ച് കണക്ക് നിന്നിട്ട് കുറേ കിഴങ്ങ്. എന്തായാലും കൂട്ടുകാരനെ വിറ്റ് തിന്നടാ, എല്ലാവരും എന്തിനേ.
ഭാര്യ വിളിച്ചോടിയെന്ന് കിഴങ്ങ്. എടാ കുടുംബ പ്രശ്നം എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, ഒരു കുടുംബ പ്രശ്നം ഉണ്ടായി ആ രീതിയിലൊന്ന് വേറെ എന്തൊക്കെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യണം വീട്ടിലെ കാര്യങ്ങളും മറ്റേതുമൊക്കെ. അവനങ്ങനെ വിഷമമുണ്ട്, ആരും അവനെ മോശമായി കാണല്, അവൻ്റെ വിഷമത്തിൽ അവൻ പങ്കുചേരുക, മോശമായ അത്തരം വീഡിയോകളൊന്നും പബ്ലിക്കായി കാര്യം നമ്മളെ സോഷ്യൽ മീഡിയയിലുള്ള പയ്യനല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ക്ലോസ് ചെയ്താൽ പോരായിരുന്നാടാ സീക്രട്ട് ഏജൻറ്റനെ. അപ്പോൾ ശരിയടാ, നീ ഒന്ന് ചിന്തിയില്. ഭാര്യ വിളിച്ചോടി എന്നൊക്കെ വന്നിരുന്ന് പറയണതിനേക്കാളും എന്തൊക്കെ മാന്യമായ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുകയായിരുന്നു ഒരു കൂട്ടുകാരനെന്നുള്ള രീതിയിൽ. വഴിപോക്കാനെന്നുള്ള രീതിയിലല്ലേ ഈ കണ്ട ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്, അവന്മാരിട്ട് ജീവിക്കണമെന്ന് ശരിയാണ്. അത് നീ വന്നിങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അയ്യോ ഓരോരോ അല്ലേ.